അച്ഛാ, നഗരത്തിൽ ചില നാടോടികൾ വന്നെന്ന് കേട്ടു. അവര് ഭാവിയെ കുറിച്ച് പറയുന്ന കാര്യം സത്യമാണോ? അങ്ങനെയൊന്നുമില്ല. വരൂ അച്ഛാ, നമുക്ക് അവരെ പോയി കാണാം. അവര് എനിക്ക് എന്ത് ബുദ്ധി പറയുന്നെന്ന് കേൾക്കാം. ഇന്ന് വേണ്ട, ഒരുപാട് സമയമായി. ഈ അസമയത്ത് കാട്ടിലൂടെ പോകുന്നത് അത്ര സുരക്ഷിതമല്ല. വിഷമിക്കണ്ട അങ്കിൾ, ബാബുവിനെ ഞാൻ നോക്കിക്കോളാം. നീ ശ്രദ്ധിച്ച് നോക്കുമെന്ന് എനിക്ക് അറിയാം മേലൻ. എനിക്ക് നിന്നെ വിശ്വാസമാ. ബാബ് എന്റെ ഒറ്റ സുഹൃത്താണ്. അവന് ഒന്നും സംഭവിക്കാൻ ഞാൻ വിടില്ല. ശരി, എനിക്ക് നിങ്ങളോട് നല്ല വിശ്വാസമുണ്ട്. പോയിട്ട് വരൂ. പോയി ശ്രദ്ധിച്ച് തിരിച്ചു വരണം കേട്ടോ. നന്ദി അച്ഛാ. നിന്റെ അച്ഛൻ വളരെ വ്യത്യസ്തമാണ് അല്ലേ ബാബ്? അറിയില്ല, പക്ഷെ അച്ഛന് മന്ത്രശക്തി ഉണ്ടെന്നാ എല്ലാവരും പറയുന്നത്. ബാബ്, നിനക്ക് ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? അത് കരടിയാ. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഇരുട്ടായില്ലേ? കാട്ടില് പോകുന്നത് സുരക്ഷിതമല്ലെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? നമുക്ക് ഒന്നും സംഭവിക്കില്ല, നീ വിഷമിക്കരുതേ. അതാ കണ്ടില്ലേ കരടി, നമ്മള് പോകുന്ന വഴി തടഞ്ഞു നിൽക്കുന്നു. ആ ഇല്ല, അത് ഇങ്ങോട്ടാ വരുന്നത്. രക്ഷപ്പെടാം, ഓടാം. ആദ്യം ഞാൻ മരത്തിന്റെ മുകളിലേക്ക് കയറാം. ശരി, ഞാൻ നിന്നെ സഹായിക്കാം. നീ എന്റെ മേത്ത് കയറി മരത്തിന്റെ മുകളിൽ പോ. നീ വേഗം ഇപ്പൊ എന്നെ സഹായിക്ക്. എനിക്ക് കൈ കൊടുക്ക്. ബാബ്, ഇവിടെ 2 പേര് ഒളിക്കാനുള്ള സ്ഥലമില്ല. നീ വേറെ എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നോ? അത് ശരി, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? ജീവനില്ലാത്ത ശവങ്ങളെ കരടി ഒന്നും ചെയ്യില്ലെന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാ ശരി, ഇപ്പൊ ഞാൻ തറയിൽ ജീവനില്ലാത്ത കണക്ക് കിടക്കാം. ഏയ് ബാബ്, ആ കരടി നിന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് നിന്റെ കാതിൽ എന്തോ പറഞ്ഞിട്ട് പോയല്ലോ. എന്താ അത്? ഓ അതോ, അത് ഭാവിയെ പറ്റി പറയുന്ന കരടിയാ. എന്ത്? നീ പറഞ്ഞത് സത്യമാണോ? അതെ, അത് നാടോടികളുടെ ഒപ്പം വന്നതാ. എന്റെ ഉള്ളം കൈ നോക്കി കാര്യം പറഞ്ഞ്. അതെയോ? അത് നിന്നോട് എന്തു പറഞ്ഞു? കഷ്ടം വരുമ്പോ ഒഴിഞ്ഞു പോകുന്ന സുഹൃത്തുക്കളെ എന്നും വിശ്വസിക്കരുതെന്ന് ആ കരടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ട്. ബാബ്, എന്നോട് ക്ഷമിക്ക്. ശരി, ഞാൻ വീട്ടിൽ പോണം. കാണാം. ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു കുട്ടികളെ? അപകടത്തിൽ സഹായിക്കുന്നവരാണ് ശരിക്കുള്ള സുഹൃത്ത്. ആപത്ത് സമയങ്ങളിൽ
ശരിക്കുള്ള സുഹൃത്തിനെ നമുക്ക് തിരിച്ചറിയാം. കൊടുങ്കാട്ടിൽ 3 കൂട്ടുകാർ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു മാൻ, ഒരാമ, പിന്നെ ഒരു മരംകൊത്തിയും. അവരെല്ലായ്പ്പോഴും ഒരുമിച്ചാണ് കഴിഞ്ഞിരുന്നത്. മിക്കവാറും എല്ലായ്പ്പോഴും എന്തെങ്കിലും സൊറയും പറഞ്ഞ് തടാകത്തിനരികിൽ കളിച്ചു നടക്കലാണ് പണി. ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി. തടാകത്തിനരികിലെ കുറ്റിക്കാട്ടിൽ അയാൾ ഒരു വല വിരിച്ചു. മാൻകുട്ടി തടാകത്തിൽ നിന്നും വരികയായിരുന്നു. പാവം അത് ആ വലയിൽ ചെന്ന് കുടുങ്ങി. മാൻ ഉറക്കെ കരയാൻ തുടങ്ങി. കൂട്ടുകാരെ എല്ലാവരെയും വിളിക്കാൻ തുടങ്ങി. അയ്യോ, ഞാൻ വലയിൽ പെട്ടേ, ആരെങ്കിലും ഓടി വന്നെന്നെ രക്ഷിക്കണേ. മാൻകുട്ടി സഹായത്തിന് അപേക്ഷിക്കുന്ന ശബ്ദം ആമയും മരംകൊത്തിയും കേട്ടു. ഉടനെ അവരങ്ങോട്ടോടി. കൂട്ടുകാരൻ വലയിൽ കുടുങ്ങിയത് കണ്ട് അവർ ദുഃഖിച്ചു. അവരൊരു പദ്ധതി തയ്യാറാക്കി. ആമ അവിടെ അടുത്തു തന്നെയുള്ള ഒരു വീട്ടിൽ താമസിച്ചിരുന്ന ചുണ്ടലിയെ വിളിച്ചുകൊണ്ടുവന്നു. ആമയും ചുണ്ടലിയും കൂടി വല കടിച്ചു മുറിക്കാൻ തുടങ്ങി. അതേസമയം മരംകൊത്തി വേട്ടക്കാരന്റെ കൂടാരത്തിനടുത്തേക്ക് പറന്നു ചെന്നു. വേട്ടക്കാരൻ കുടിലിൽ നിന്നും പുറത്തേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു. മാൻ കരയുന്ന ശബ്ദം അയാൾ കേട്ടതിനാൽ വേഗം ചെന്ന് അതിനെ പിടിക്കാൻ ഒരുങ്ങുകയായിരുന്നു അയാൾ. മരംകൊത്തി താഴ്ന്നു പറന്ന് അയാളുടെ തലയിൽ കൊത്താൻ തുടങ്ങി. നല്ല 2 കൊത്തു കൊടുത്തു. വേട്ടക്കാരൻ വേദന കൊണ്ട് നിലവിളിച്ചു. വേദന സഹിക്കാതെ അയാൾ തന്റെ കൂടാരത്തിനകത്തേക്ക് തിരിച്ചുപോയി. മരംകൊത്തി വിചാരിച്ച കാര്യം നടന്നു. അത് പിന്നീട് മാനിന്റെ അടുത്ത് പറന്നു ചെന്നു. അപ്പോഴേക്കും ചുണ്ടലിയും ആമയും കൂടി വലയെല്ലാം കടിച്ചു മുറിച്ചിരുന്നു. അങ്ങനെ മാൻകുട്ടി സ്വതന്ത്രനായി. അതിനുശേഷം 3 കൂട്ടുകാരും വീണ്ടും ഒരുമിച്ച് ചേർന്നു. ഒരുപാട് കാലം ആ കാട്ടിൽ സന്തോഷമായി ജീവിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമുക്ക് ചുറ്റും ധാരാളം കൂട്ടുകാരുണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഈ കഥയുടെ സാരം ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് എന്നാണ്.